നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അലി ഖമനേയി വെന്റിലേറ്ററിലാണെന്നും കോമയിലാണെന്നും ഒക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്. എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ ഇറാൻ ഇത് പൂർണ്ണമായി തള്ളുകയുണ്ടായിരുന്നു. എന്നാൽ പഴയ ചില ചിത്രങ്ങളാണ് ഇറാൻ ഇപ്പോഴത്തെ ഖമനേയിയുടെ ചിത്രങ്ങൾ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എന്ന ഒരു ആക്ഷേപവും ഉയർന്നിരുന്നു. അറസ്റ്റ് വാറന്റുമായി ബന്ധപ്പെട്ട വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ശക്തമായി വരികയും അതിനൊക്കെ തന്നെ ഈ നെതന്യാഹു വല്ലാതെ വലിച്ചെറിയുന്ന സാഹചര്യമൊക്കെ തന്നെ കണ്ടിരുന്നു. കൃത്യമായി തന്നെ ഇതിന്റെയൊന്നും ഒരു ആവശ്യമില്ല, ഞങ്ങൾ തെറ്റുകാരെങ്കിൽ ഇതൊക്കെ തുടക്കം കുറിച്ച് അവരും തെറ്റുകാരാണ് എന്ന് പറയുന്നു. മരിച്ചുപോയവർക്കെതിരെ അറസ്റ്റ് വാറന്റ് എടുത്തിട്ട് എന്ത് കാര്യം, ഇതൊക്കെ ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കലാണ് എന്നുള്ള രീതിയിലായിരുന്നു നെതന്യാഹുവും അമേരിക്കയും ഇതിനെ ശക്തമായി എതിർത്തത്. എന്നാൽ ഇപ്പോഴിതാ വെന്റിലേറ്ററിൽ നിന്നും ഈ അലി ഖമനേയി ഉയർത്തെഴുന്നേൽക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അലി ഖമനേയിയുടെ ഒരു അശരീരി പുറത്തു വന്നിരിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് വധശിക്ഷ നൽകണമെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി ഇപ്പോൾ പറയുന്നത്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നെതന്യാഹുവിന് ഉൾപ്പെടെ യുദ്ധക്കുറ്റങ്ങൾ ആരോപിച്ച് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച പശ്ചാത്തലത്തിലാണ് ഇത്. ഈ സാഹചര്യത്തിൽ അറസ്റ്റ് വാറന്റ് അല്ല വേണ്ടത്, വധശിക്ഷ തന്നെ നൽകണമെന്ന ആവശ്യവുമായാണ് ഖമനേയി രംഗത്ത് വരുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും അദ്ദേഹത്തിന്റെ മുൻ പ്രതിരോധ മേധാവി യോവ് ഗാലന്റിനും ഹമാസ് നേതാവായ ഇബ്രാഹിം അൽ മസ്രിക്കും എതിരെയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. ഇതിന് പിന്നാലെയാണ് നെതന്യാഹു ഉൾപ്പെടെയുള്ള ഇസ്രായേൽ നേതാക്കൾ ക്രിമിനലുകളാണ് എന്നും അറസ്റ്റ് വാറന്റിന് പകരം വധശിക്ഷ തന്നെ നൽകണമെന്ന് ആവശ്യപ്പെട്ട ഖമനേയി രംഗത്ത് വന്നത്. ഗസയിലെ സാധാരണ ജനങ്ങൾക്കെതിരായ വ്യാപക ആക്രമണങ്ങളുടെ ഭാഗമായി കൊലപാതകം, പീഡനം, പട്ടിണി എന്നിവയുൾപ്പെടെയുള്ള സംഭവങ്ങൾക്ക് ഉത്തരവാദികൾ നെതന്യാഹുവും യോവ് ഗാലന്റുമാണ് എന്ന് വിശ്വസിക്കാൻ ന്യായമായ കാരണങ്ങളുണ്ട് എന്നാണ് ICC ജഡ്ജിമാർ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ICCയുടെ നിരീക്ഷണം ലജ്ജാകരവും മണ്ടത്തരമാണ് എന്നായിരുന്നു ഇസ്രായേലിന്റെ നിലപാട്. ഗസയിലെ യുദ്ധക്കുറ്റങ്ങൾ ഇസ്രായേൽ നിരസിക്കുകയും ചെയ്തു. നിലവിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായി എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ആ ഒരു വിധി പുറത്തു കൊണ്ടുവന്നപ്പോൾ പുച്ഛിച്ചു തള്ളുകയാണ് സത്യത്തിൽ ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും ചെയ്തത്. എന്നാൽ ബ്രിട്ടനും കാനഡയും ഒക്കെ തന്നെ വാർത്ത കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത് പോലെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്ന പോലെയുള്ള ഒരു സന്തോഷമായിരുന്നു അവർക്കെല്ലാം ഉണ്ടായിരുന്നത്. എന്നാൽ അവിടെയും കാനഡയിൽ കാലുകുത്തിയ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന ട്രൂഡോയെ വെല്ലുവിളിക്കുകയായിരുന്നു നെതന്യാഹു ചെയ്തത്. യുദ്ധക്കുറ്റങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും ആരോപിച്ചാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വ്യാഴാഴ്ച അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. കൊലപാതകം, പീഡനം, മനുഷ്യത്വരഹിതമായ പ്രവൃത്തികൾ എന്നിവയുൾപ്പെടെ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും ഇരുവർക്കുമെതിരെ ആരോപിച്ചാണ് വാറന്റ്. അതുപോലെ തന്നെ യുദ്ധത്തിന്റെ ഭാഗമായി പട്ടിണിയിലേക്ക് നയിച്ചതും ഉൾപ്പെടെയുള്ള യുദ്ധക്കുറ്റവും നെതന്യാഹുവിനും ഗാലന്റിനും എതിരെ ആരോപിച്ചിട്ടുണ്ട്. ഗാസയിൽ തദ്ദേശീയർക്ക് ഭക്ഷണം, വെള്ളം, വൈദ്യസഹായം തുടങ്ങി ആവശ്യ സാധനങ്ങൾ അവർ നിയന്ത്രിച്ചു. ഇത് കടുത്ത മാനുഷിക പ്രതിസന്ധികളിലേക്കും ഈ കുട്ടികൾ ഉൾപ്പെടെയുള്ള മരണങ്ങളിലേക്കും നയിച്ചുവെന്നും കോടതി പറയുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രായേൽ ഗസയിൽ ആക്രമണം നടത്തിയിരുന്നു. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ആയിരക്കണക്കിന് സാധാരണക്കാരുടെ മരണത്തിലേക്കാണ് നയിച്ചത്. ലക്ഷക്കണക്കിന് ആളുകളാണ് പലായനം ചെയ്യപ്പെട്ടത്. ഹമാസിനെ തുടച്ചു നീക്കുമെന്ന് ഇസ്രായേൽ പ്രതിജ്ഞ ചെയ്തതോടുകൂടി ഗസയിൽ ആശുപത്രികളും സ്കൂളുകളും ഉൾപ്പെടെയുള്ള പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളും തകർന്നു. ഈ കുറ്റാരോപിതർ മനഃപൂർവ്വം സാധാരണക്കാരെയും പരിമിതരായ മെഡിക്കൽ സപ്ലൈകളെയും ലക്ഷ്യമിട്ട് സുരക്ഷിതമല്ലാത്ത മെഡിക്കൽ നടപടിക്രമങ്ങൾ നിർബന്ധിതരാക്കി എന്നാണ് മനസ്സിലാകുന്നത്. ഇത് വലിയ ദുരന്തത്തിന് കാരണമായി എന്നും വിശ്വസിക്കാൻ ന്യായമായ കാരണങ്ങളുണ്ട് എന്നും കോടതി പറയുന്നു. 2023 ഒക്ടോബർ 8 മുതൽ 2024 മെയ് 20 വരെയെങ്കിലും ഈ കണ്ടെത്തലുകളെ അടിസ്ഥാനമാക്കിയാണ് കോടതിയുടെ വിധി പുറത്തുവരുന്നത്. ഗസയിലെ സാധാരണ ജനങ്ങൾക്കെതിരെ മനഃപൂർവ്വം ആക്രമണം നടത്താനുള്ള യുദ്ധക്കുറ്റത്തിന് നെതന്യാഹുവും ഗാലന്റും സിവിലിയൻ മേലുദ്യോഗസ്ഥർ എന്ന നിലയിൽ ക്രിമിനൽ ഉത്തരവാദിത്വം വഹിക്കുമെന്നാണ് ഈ കോടതി പറഞ്ഞിരിക്കുന്നത്. ഭക്ഷണം, വെള്ളം, വൈദ്യുതി, ഇന്ധനം, മെഡിക്കൽ സപ്ലൈ എന്നിവയുടെ അഭാവം ഗസയിലെ സിവിലിയൻ ജനസംഖ്യയുടെ ഒരു ഭാഗത്തെ നാശത്തിലേക്ക് നയിക്കാൻ കണക്കാക്കിയ ജീവിത സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുവെന്നും ഇത് കുട്ടികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരുടെ മരണത്തിന് കാരണമായി എന്നുമാണ് ICC അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ഫലസ്തീൻ സംസ്ഥാനങ്ങളെ സാഹചര്യത്തിൽ തങ്ങളുടെ അധികാര പരിധിക്കെതിരെ ഇസ്രായേൽ ഉന്നയിച്ച 2 വെല്ലുവിളികൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി തള്ളിക്കളഞ്ഞു. ഇസ്രായേലിന്റെ സമ്മതമില്ലാതെ ഇത് പ്രയോഗിക്കാൻ കഴിയില്ല എന്ന് അവകാശപ്പെട്ട ഇസ്രായേൽ ICCയുടെ അധികാര പരിധിക്കെതിരെ മത്സരിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ഗസ, വെസ്റ്റ് ബാങ്ക്, കിഴക്കൻ ജെറുസലേം എന്നിവരുൾപ്പെടെ ഫലസ്തീന്റെ പ്രദേശത്തെ എന്നാൽ കോടതിക്ക് അധികാര പരിധി ഉണ്ടെന്നാണ് ചേംബർ വിധിച്ചത്. അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതിന് ശേഷം മാത്രമേ റോം നിയമത്തിന് കീഴിലുള്ള അധികാര പരിധിയിലുള്ള വെല്ലുവിളികൾ നടത്താൻ കഴിയൂ എന്നതിനാലാണ് ഇസ്രായേലിന്റെ എതിർപ്പുകൾ ഈ അകാലമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയത്.
2021 ആരംഭിച്ച അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പുതിയ അറിയിപ്പും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് നിരസിച്ച കോടതി അധിക അറിയിപ്പുകൾ അനാവശ്യമാക്കി മാറ്റിവെക്കൽ അഭ്യർത്ഥിക്കാൻ ഇസ്രായേൽ നേരത്തെ വിസമ്മതിച്ചിരുന്നു. വെടിനിർത്തൽ കരാറിൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം രൂക്ഷമായി തുടരുകയാണ്. ഞായറാഴ്ച ഇസ്രായേൽ ബെയ്റൂട്ടിൽ ആക്രമണം നടത്തുന്നതിന് പിന്നാലെ ഹിസ്ബുള്ളയുടെ പ്രത്യാക്രമണവും ഉണ്ടായി. ലബനനിൽ നിന്ന് 250 റോക്കറ്റുകളും മറ്റുമാണ് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചത്. ഹിസ്ബുള്ളയുടെ ആക്രമണം ഇസ്രായേൽ സ്ഥിരീകരിച്ചു. ടെൽ-അവീവിലും മധ്യ ഇസ്രായേലിലും വീടുകളിലും റോക്കറ്റുകൾ പതിച്ചിരുന്നു. ഇതോടൊപ്പം ഉണ്ടായിരുന്ന ഡ്രോണിനെ സൈന്യം തകർത്തു എന്നാണ് IDF പറയുന്നത്. ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടില്ല. ആക്രമണത്തിൽ 11 പേർക്ക് പരിക്കേറ്റു. ഇതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. ഇസ്രായേലിന്റെ തെക്ക് ഭാഗത്തുള്ള ഈ അഷ്തോദ് നാവികസേനാ താവളത്തിലേക്ക് ആദ്യമായി വ്യോമാക്രമണം നടത്തിയതായി ഹിസ്ബുള്ള പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട്. ടെൽ-അവീവിലെ സൈനിക താവളത്തിൽ നേർക്ക് ഉയർന്ന പ്രഹരശേഷിയുള്ള മിസൈലുകളും ഡ്രോണുകളും തൊടുത്തതായും റിപ്പോർട്ടുണ്ട്. ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ താവളത്തിന് നേർക്കും ഹിസ്ബുള്ള മിസൈൽ ആക്രമണം നടത്തി. ബെയ്റൂട്ടിൽ കഴിഞ്ഞ ഒരാഴ്ചയായി നിരന്തര ആക്രമണമായിരുന്നു ഇസ്രായേൽ നടത്തിയിരുന്നത്. 63 പേർക്കാണ് ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടമായത്. ഹിസ്ബുള്ള വക്താവ് മുഹമ്മദ് അഫീഫും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു.